കേരളത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് NSSനോടുള്ള കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനുള്ള ഒരു ചർച്ചയാണ് ഏറ്റവും പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് കണ്ടുവന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തതും തുടർന്നുള്ള സാമുദായിക സംഘടനകളുടെ നിലപാടും ആകെ വെട്ടിലാക്കിയിരിക്കുന്നു എന്നൊരു വിലയിരുത്തൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചതും ഇന്ന് തന്നെയായിരുന്നു. VD സതീശന്റെ പ്രകോപനങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് പൊതുവായി ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വിലയിരുത്തൽ. അതേസമയം NSSനെ അനുനയിപ്പിക്കുവാൻ നേരിൽ കാണുമെന്നുള്ള ഒരു പ്രഖ്യാപനം അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. കോൺഗ്രസിനെ തന്നെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം KPCC പുനഃസംഘടന മുടങ്ങിയതിലൂടെ ഉയർന്നു വന്നതാണ്. KPCC പുനഃസംഘടന മുടങ്ങിയതും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ഇതുവരെ തെരഞ്ഞെടുക്കുവാൻ കഴിയാത്തതും കോൺഗ്രസിൽ ഒരു വലിയ തർക്കം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. KPCC പുനഃസംഘടനാ നേതാക്കൾ തമ്മിലുള്ള തർക്കം കാരണമാണ് മുടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ഇവിടെ നമ്മൾ എടുത്തു പറയണം. എന്തായാലും ഇതിൽ AICC നേതൃത്വത്തിനും കടുത്ത ഒരു അതൃപ്തിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളുടെ സമഗ്രമായ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സിന്ധൂരി, ആഗോള അയ്യപ്പ സംഗമത്തെ തുറന്ന് എതിർത്തതും അതിന് പിന്തുണച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ പിന്തുണച്ചുകൊണ്ട് സമുദായ നേതാക്കൾ രംഗത്തെത്തിയതും കോൺഗ്രസിന് വലിയ തരത്തിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ തന്നെയാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സമുദായ സംഘടനാ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള പുതിയ തന്ത്രമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ VD സതീശന് പാളി എന്ന വിലയിരുത്തൽ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രമേശ് ചെന്നിത്തല വളരെ സൂക്ഷ്മത പാലിച്ചാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയത് തന്നെ. അപ്പൊ ശബരിമലയുടെ കാര്യത്തിൽ NSS അവരുടെ നിലപാടെടുത്തതിൽ ഒരു തെറ്റുമില്ല, അവർക്ക് അവരുടെ നിലപാടെടുക്കാം. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് സമദൂരം തുടരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ സമദൂരത്തിന് ശരിദൂരമുണ്ട്. അത് വളരെ തെരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ. രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ UDFന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും ഈ കാര്യങ്ങളെ ന്യായീകരിച്ച് രംഗത്തെത്തി. കാരണം പരമാവധി വിഷയം പരിഹരിക്കണം എന്ന ഒരു തരത്തിലുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത്. അടൂർ പ്രകാശും ഇന്ന് അതേ നിലപാടാണ് ആവർത്തിച്ചത്. മാത്രമല്ല അടൂർ പ്രകാശ് വേണമെങ്കിൽ സമുദായ നേതാക്കളെ NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ പോയി കാണും എന്ന പ്രതികരണവും അടൂർ പ്രകാശ് നടത്തി. അദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു കാര്യം എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ എടുക്കുന്നുള്ളൂ. അവിടെ പോയിക്കൂടാ എന്നൊന്നുമില്ല. അവിടെ അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ പോകും. അതിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ പോയിട്ടുണ്ട്, പണ്ടും പോയിട്ടുണ്ട്, ഇനിയും പോകാൻ തയ്യാറാണ്. രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശിനും ഒപ്പം ഇന്ന് KC വേണുഗോപാലും സമാനമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. സമുദായ നേതാക്കളുമായി പരമാവധി സഹകരിച്ചു പോകുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. മറിച്ച് സമുദായ നേതാക്കളെ വിമർശിക്കുന്ന പതിവ് കോൺഗ്രസ് ലീഡർഷിപ്പിനെ ആർക്കുമില്ല എന്നൊരു പ്രതികരണം കൂടി KC വേണുഗോപാൽ നടത്തിയിട്ടുണ്ട്. അതായത് ഇക്കാര്യങ്ങളിലൊക്കെ പ്രകോപനം സൃഷ്ടിച്ചത് VD സതീശനാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തൽ മുതിർന്ന നേതാക്കൾക്കുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്നത് ഗുണപ്പെടില്ല എന്ന വിലയിരുത്തൽ നേതാക്കൾക്ക് ആകെയുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കോൺഗ്രസിന്റെ സംഘടനാ പുനഃസംഘടന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയെ തിരഞ്ഞെടുക്കാത്തത്, DCC അധ്യക്ഷന്മാരുടെ അനിശ്ചിതത്വം, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലും തുടരുകയാണ്. ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായിട്ടില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ I വിഭാഗത്തിന് തന്നെ കിട്ടണം എന്ന നിലപാട് അബിൻ വർക്കിക്ക് വേണ്ടി I വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് നാളെ നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിനെ അലട്ടുമെന്ന കാര്യം ഉറപ്പാണ്. സിന്ധൂരി, നിർഭൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.